വീക്ക് ഡേ ആണ്. അങ്കുവിന്റെ സ്കൂളിന്റെ ടിഫിൻ റെഡിയാക്കുക. അപ്പോൾ ദോശയാ ബ്രേക്ക്ഫാസ്റ്റിന്. അവന്റെ ടിഫിൻ ബോക്സിലേക്ക് 2 എണ്ണം ചുട്ട് വെക്കുന്നുണ്ട്. കറിയായിട്ട് ഞാൻ തലേ ദിവസം കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് കറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ചൂടാക്കി അതാണ് കൂടെ കൊടുത്തു വിടുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ബ്രേക്കിന് കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, നമ്മുടെ പച്ചമുന്തിരിങ്ങയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നല്ല മടിയാ. 1 മണിക്കൂറും കൂടെ ഒന്ന് കിടക്കാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിക്കും രാവിലെ എഴുന്നേക്കുമ്പോൾ. പക്ഷെ അവന് രാവിലെ വിടണമെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കണ്ടേ. അവരുടെ സ്കൂളിലൊരു കഫറ്റേരിയ ഉണ്ട്, ഫുഡൊക്കെ നല്ല. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പറയും. അന്ന് ഞാൻ ഫ്രൂട്ട്സും വാട്ടർ ബോട്ടിലും മാത്രമേ കൊടുത്തിടാറുള്ളൂ. അങ്ങനെ അങ്കിത്ത് റെഡിയായി സെറ്റായി ഇറങ്ങി. ഏപ്രിലും മെയ്യും കൂടെ ക്ലാസ് ഉണ്ട്. പിന്നെ ജൂണിലാണ് ഇവിടെ സമ്മർ വെക്കേഷൻ വരുന്നത്. ആറര കഴിയുമ്പോൾ അങ്കു ഇറങ്ങും. രാക്കേക്ക് 8:45 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. കുറച്ച് സമയം ബാക്കിയുണ്ട്. ചില ദിവസങ്ങളിൽ 1 മണിക്കൂറും കൂടെ ഒന്ന് വീണ്ടും കിടക്കും. പക്ഷെ അത്ര ഉറക്കം വന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കിടക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ അടുക്കി പറക്കി ഇരിക്കും. രാക്ക അങ്ങനെ റെഡിയായി നെയ്വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടേ റെഡിയായിട്ട് നിൽപ്പുണ്ട്. രാക്കയുടെ ഓഫീസ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നാൽ കാണാമല്ലോ, നടന്നു വളരെ ദൂരേ ഉള്ളൂ. കഷ്ടിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ല. അങ്കുവിൻ്റെ സ്കൂളിലേക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. പിന്നെ ഗേറ്റൊക്കെ ഇവിടെ അടവാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രെയിൻ പോകുന്ന ഗേറ്റ് അടവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ലേറ്റ് ആവും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് അവിടെ പണിയുന്നുണ്ട്, നമ്മുടെ ഗേറ്റ് അടവിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ളതൊക്കെ. അപ്പോഴാണെങ്കിൽ നമുക്കും അത് എളുപ്പമാവും. ചില സമയത്ത് പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഗേറ്റ് അടവൊക്കെ വരുന്നത്. അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അങ്ങനെ രാക്കയെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു പപ്പായ എടുത്ത് ചെത്തുകയാണ്. നമ്മുടെ വിഷുവിന് വാങ്ങിയ പപ്പായാണ്. ഫ്രിഡ്ജും കേടായിരുന്നു. അപ്പോൾ അതിരുന്ന് കേടായി തുടങ്ങി. ബാക്കി ഫ്രൂട്ട്സും എല്ലാം പെട്ടെന്ന് ചെത്തി കഴിക്കണം, അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കേടാവും. അപ്പോൾ പപ്പായയാണ് പെട്ടെന്ന് കേടാവുന്നത്. അതുകൊണ്ട് പപ്പായ തന്നെ ഇന്ന് ചെത്തി. അങ്കു ഇത് നോക്കത്തു പോലുമില്ല, അവന് ഇഷ്ടമേ ഇല്ല പപ്പായ. ഞങ്ങൾ തന്നെ കഴിക്കണം. എന്തായാലും ചെത്തി വെച്ചാൽ എനിക്കും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. രാക്കയും ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ കൊടുക്കാമല്ലോ വെച്ചിട്ട് അതങ്ങ് റെഡിയാക്കി വെക്കുക. ഇനി ഇരിക്കുന്നത് നമ്മുടെ തണ്ണിമത്തങ്ങയുണ്ട്, ആപ്പിളുണ്ട്, അനാറുണ്ടല്ലോ, നമ്മുടെ പൊമഗ്രനേറ്റ്, മാതള നാരങ്ങ. അതൊക്കെ കുറച്ചും കൂടി ഇരിക്കുമല്ലോ വെച്ചിട്ട് അതൊക്കെ ഓരോ ദിവസമായിട്ട് കഴിക്കാം. കാരണം എന്നും നമുക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു മൂഡ് വരത്തില്ലല്ലോ. ദിവസത്തിൽ ഒരു ഫ്രൂട്ട് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമാവും. ബാക്കിയുള്ള എല്ലാം എന്നും കഴിക്കാനൊരു മൂഡ് വരില്ല. അങ്കുവിന് മുന്തിരിങ്ങയും മാങ്ങയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. മുന്തിരി ആണെങ്കിൽ ഫ്രൂട്ട്സ് ബേക്കിന് കൊടുത്തു വിട്ടാൽ അത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടുപോകും. മാങ്ങയൊക്കെ ചെത്തി കൊടുക്കുന്ന അവന് ഇഷ്ടമല്ല. ആപ്പിളും നമുക്ക് ചെത്തി ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ കളർ മാറും. മുഴുവനായിട്ട് അവൻ അതങ്ങനെ കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല. പിന്നെ പഴമാണെങ്കിൽ ഒരുപാട് പഴുത്തിട്ടില്ലെങ്കിൽ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചാൽ അത് അവൻ കഴിച്ചോളും. ഇതേ നമ്മുടെ പഴയ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പുതിയ ഫ്രിഡ്ജ് വരുമ്പോൾ ഇത് എക്സ്ചേഞ്ച് ഓഫറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വിഷമമുണ്ട് പോകുമ്പോൾ. 15 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ശരിക്കും പഞ്ചാബിലുള്ളപ്പോൾ വാങ്ങിയ ഫ്രിഡ്ജാണിത്. നല്ല ഫ്രിഡ്ജായിരുന്നു, കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവർ കയറ്റിയവർ തല തിരിച്ചു കൊണ്ടുവന്ന് കംപ്രസറിന് പ്രശ്നമായി അങ്ങനെ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അല്ലാതെ ഒരു പ്രാവശ്യം ഡോറ് തുറന്നിട്ടിട്ട് രാത്രി കിടന്നുറങ്ങി. എന്തോ ഒരു ഇവിടെ ഗസ്റ്റൊക്കെ അങ്കുവിനെ പ്രസവിച്ചിട്ട് ഞാനിവിടെ വന്ന സമയത്ത് ആരൊക്കെ അവനെ കാണാൻ വന്നു, രാക്കയുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഡോറുണ്ടല്ലോ അത് അടയ്ക്കാൻ മറന്നു, അങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കംപ്ലൈൻറ്റ് വന്നു. പിന്നെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഗ്യാസ് ലീക്ക് എവിടെയോ ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ പാടാണ്, പുറത്ത് എന്തൊക്കെയോ ഒന്നും കൂടെ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ പുറകിൽ നമുക്ക് നടക്കാൻ. ഫ്രിഡ്ജ് വളരെ അത്യാവശ്യമല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ട് വേറെ വാങ്ങുന്നത്. ഗോദ്രേജിൻ്റെ തന്നെയാണ് വാങ്ങുന്നത്. ഇതുപോലത്തെ ഫ്രിഡ്ജ് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിലൊരു മാറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനും കഴുകിയിട്ടു. കേടൊന്നും ആയിട്ടില്ല, നല്ലതായിട്ട് ഇരിക്കുമായിരുന്നു. എന്തായാലും നല്ല ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. ഇനി പുതിയ ഫ്രിഡ്ജ് വന്നിട്ടേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് മാവ് ഉണ്ടായിരുന്നത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലിരുന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത് എല്ലാ ഇഡ്ഡലി ഉണ്ടാക്കി തീർക്കാമെന്ന് വിചാരിക്കുക. കാരണം ഇരിക്കും തോറും പുളിക്കും. ഇവിടെ നല്ല ചൂടും ഉണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഞാൻ ഇഡലിയായിട്ട് കോരി ഒഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ലഞ്ചിനും ഇഡ്ഡലി തന്നെയാണ്.
എങ്ങനെയെങ്കിലും ഈ മാവ് തീർക്കണം. പിന്നെ പച്ചക്കറിയൊന്നും അധികം ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് കുറവായിരുന്നു തുടങ്ങിയപ്പോൾ തന്നെ. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ വിഷുവിൻ്റെ ടൈമിന് വാങ്ങിച്ചതാണ്. പിന്നെ അധികം ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രകൃതമല്ല എൻ്റെ. അത്യാവശ്യമുള്ളത് മാത്രമേ, പാല് അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ മലയാളി കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങയാണ് കേട്ടോ. വെള്ളം ഞാൻ കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന തേങ്ങയ്ക്ക് ഒരു ഉപ്പ് രസമാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയ്ക്ക് നല്ല മധുരമാണ്. അപ്പം ഞാൻ അതിന് പകുതി എടുത്ത് ചട്നി അരച്ച് വെച്ചു. വെളുത്തുള്ളി ചട്നിയാണ്. വെളുത്തുള്ളിയും നമ്മുടെ മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് രാക്കേക്ക് ഇഡ്ഡലിയുടെ ഈ ചട്നി ഒത്തിരി ഇഷ്ടമാണ്. ഇതിൻ്റെ കട്ട ചട്നി ആണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ मोदी क्या करे, मोदी तो बस पैसे दे देगा, बच्चे थोड़ी हैं इनके पैसे, पैसों से बच्चे. അങ്ങനെ മെയ്ഡ് വന്നു പോയി. കുറച്ച് നമ്മുടെ കറുത്ത കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അധികം അങ്ങനെ പണി കുറവായിരുന്നു, കാരണം തുണി നനയ്ക്കാനൊന്നും അധികം ഉണ്ടായിരുന്നില്ല, മടക്കി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പണികളാണ് ചെയ്തത്. ഉച്ചയ്ക്ക് ലഞ്ചിനും ഇഡ്ഡലിയും ചട്നി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആവുകയും ചെയ്തു. പിന്നെ വന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു, വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. വൈകുന്നേരം ഇനി ഒന്ന് നടക്കാൻ പോകണം. ഞാൻ പറഞ്ഞല്ലോ ഒരു മലയാളി ഫാമിലി വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഹർഷ എന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇറങ്ങും. കുറച്ച് പാത്രം ഉള്ളത് കഴുകിയേക്കാണ്. ചില സമയത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാത്രം കഴുകുന്നത്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ചില സമയം ഒരു മടിയാണ്. മെയിൻലി രാത്രിയിലാണ്. ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി മടിയാണ് പാത്രം കഴുകാൻ. അപ്പോൾ രാക്കേനെ ഏൽപ്പിക്കും. രാക്കയായിരിക്കും മിക്കപ്പോഴും രാത്രിയിൽ കഴുകുന്നത്. അതുപോലുള്ള ജസ്റ്റ് ഒന്ന് കഴുകി വെക്കും. രാത്രി കഴിച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ കാണുമല്ലോ, അത് രാക്ക ഞാൻ കഴുകി വെക്കും. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് തേച്ച് മഴക്കുന്നത്. അങ്കു സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോയി ഇറങ്ങുക. ഇനി അവൻ കുറെ കളിച്ച് കറങ്ങിയൊക്കെ നടന്നിട്ടേ വരത്തുള്ളൂ. ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കാണാം. പിന്നെ അവൻ തന്നെ ഇങ്ങനെ വന്നോളൂ. രാക്കെ 7:30 മുന്നേ വരുവാണെങ്കിൽ ചായ കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ വന്നിട്ടേ പിന്നെ ഉള്ളു. 8 മണി കഴിഞ്ഞാൽ പിന്നെ ചായ കാപ്പി ഒന്നും ഇടാൻ ഞാൻ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ നേരിട്ട് ഡിന്നർ കഴിച്ചാൽ പോരെ. നമ്മുടെ ബെഡ്റൂമിലെ കേർട്ടനിൽ കൂടെ കാണാൻ പറ്റും സൂര്യൻ അസ്തമിക്കുന്നത്. കുറച്ച് തേച്ച തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതങ്ങ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇനി ഡിന്നർ ഉണ്ടാക്കണം, നമ്മുടെ പുട്ടും കടലയും. പിന്നെ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് നടക്കാനായിട്ട് ഇറങ്ങും. പിന്നെ ഒരു 8:15 8:30 ഒക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. അങ്കു ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. അവന് കുറേ എഴുതാൻ എന്തൊക്കെ വർക്കുണ്ട്, അസൈൻമെൻറ്റും പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നേരെ ഇങ്ങ് വന്ന് അത് കംപ്ലീറ്റ് ചെയ്യുവാണ്. അതിന് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞു. നമ്മുടെ കറുത്തകടല നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി അതിലേക്ക് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലേ കൊടുക്കുന്നുള്ളൂ, കാരണം ഇപ്പോൾ പ്രഷർ ഉണ്ടല്ലോ പുതിയ കുക്കർ ആയതുകൊണ്ട്. ഗ്രേവിക്കായിട്ട് കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാള ഒരെണ്ണം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് തക്കാളി ഇതൊക്കെ ഒന്ന് പച്ചമണം മാറ്റി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ പൊടികൾ, ബേസിക് മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഗ്രേവിക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കടലയിലും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ കൊടുക്കാം. പുട്ടിന് ഞാൻ മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ മാറി നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനായിട്ട് കുറച്ച് വെള്ളമായിട്ടാണ്, വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, പിന്നെ സമാധാനമായിട്ട് വന്ന് കയറാമല്ലോ. അല്ലേ പിന്നെ മടിച്ചാൽ പിന്നെ നമുക്ക് മടിയാ. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് പുട്ടും കൂടെ അങ്ങ് ഉണ്ടാക്കി വെക്കുമോ. ഇല്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഹർഷ. ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ESI ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. പുള്ളിക്കാരിയുടെ മോനും കൂടി ഇന്ന് നടക്കാൻ വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ മോനെ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്, കാരണം ഞങ്ങൾക്ക് നടക്കാൻ അങ്ങനെ പറ്റത്തില്ല ഇവനുണ്ടെങ്കിൽ. 1 മാസത്തേക്ക് അവളിവിടെ ഉണ്ട് എന്തായാലും.
രാഖ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ഇന്ന് കുറച്ച് മീറ്റിങ്ങോ എന്തോ വർക്കോ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ 8:30 കഴിയും വരുമെന്ന് പറഞ്ഞു. ഇതുവരെയും വന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക. അങ്കുവും എന്നെ കാത്ത് വീട്ടിലിരിപ്പുണ്ട്. അവൻ നടക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ വരാറില്ല. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.